ഫ്രാൻസിസ് അസീസിയുടെ ഫീസ്റ്റൊക്കെ ഈ ആഴ്ചയിൽ വരുന്നു. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞ ഒരു വാചകം, അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വാചകം. ഫ്രാൻസിസ് അസീസി പറയുന്നു, "പ്രീച്ച് ദ ഗോസ്പൽ അറ്റ് ഓൾ ടൈംസ് ആൻഡ് വെൻ നെസസറി യൂസ് വേർഡ്സ്." എപ്പോഴും വചനം പ്രഘോഷിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അപ്പം അതിൻ്റെ അന്തസത്ത നമ്മുടെ ജീവിതത്തിലൂടെ വചനം പ്രഘോഷിക്കുക എന്നതാണ്. അപ്പോൾ കർത്താവ് നമ്മളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു അനുയായി എന്ന് കർത്താവ് പല രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി. അപ്പം അതുപോലെ സെയിൻറ്റ് തെരേസയുടെയും ഫീസ്റ്റ് ഈ ആഴ്ച വരുന്നു. അപ്പോൾ സെയിൻറ്റ് തെരേസ പറഞ്ഞ ഒരു വചനം, ഒരു വാക്യം, "Let us understand, my daughters, that true perfection consists in the love of God and the love of neighbor. The more perfectly we keep these two commandments, the more perfect we will be." അതായത് ഏറ്റവും അധികം ദൈവത്തെ സ്നേഹിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരരെയും സ്നേഹിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നന്നായി ചെയ്താൽ, ദാറ്റ് ഈസ് പെർഫെക്ഷൻ, നമ്മൾ ഭയങ്കര പെർഫെക്റ്റായി മാറും. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ലവ് ഓഫ് ഗോഡ് ആൻഡ് ദ ലവ് ഓഫ് നെയ്ബർ, അയൽക്കാരനെയും സ്നേഹിക്കുക, ദൈവത്തെയും സ്നേഹിക്കുക. ഇത് രണ്ടും നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളും പെർഫെക്റ്റായിട്ടുള്ള മനുഷ്യരായി മാറും. വീണ്ടും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ. "ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്?" അവൻ പറഞ്ഞു, "നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും ആത്മാവോടും ശക്തിയോടും കൂടെ, പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും മനസ്സോടും കൂടെ സ്നേഹിക്കുക." പൂർണ്ണ ഹൃദയത്തോടെ, വേറെ ഒന്നും അവിടെ പാടില്ല. പൂർണ്ണ ആത്മാവോടും, അത് പൂർണ്ണ മനസ്സോടെയും. ഒരു സന്നിഗ്ധ മനസ്സുള്ളവൻ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. പൂർണ്ണമായും ദൈവത്തെ സ്നേഹിക്കുക. അതുപോലെ തന്നെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. അപ്പോൾ പലരും നമ്മളെ വഴിതെറ്റിക്കാനൊക്കെ ശ്രമിക്കും. ഇന്നലെ ഒരു ദൈവഭക്തൻ വന്ന് കുറേ ബൈബിൾ വാക്യങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ കോട്ട് ചെയ്ത്
എന്തൊക്കെയോ പറഞ്ഞു പുള്ളി. അപ്പം ഞാൻ അവസാനം പുള്ളിനോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര പാണ്ഡിത്യമൊന്നുമില്ല, ഇപ്പോഴും ഈ ബൈബിൾ വാക്യങ്ങൾ ഈ അക്കമിട്ട് പറയുന്ന ഇന്ന ആളെഴുതിയ അത് ബൈഹാർട്ട് പറയാനൊന്നും എനിക്ക് കിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ബൈബിൾ മൊത്തം അടങ്ങിയിരിക്കുന്നത് ഈ 2 വചനങ്ങളിലാണ് ക്രോഡീകരിച്ചിരിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെയും അതായത് മറ്റുള്ളവരെയും സ്നേഹിക്കുക. അപ്പം ഇത് ഫ്രാൻസിസ് അസീസിയായിട്ട് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഒരു വചന പ്രഘോഷണമാകും. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി പറയുന്നത്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സമന്വയിപ്പിക്കാൻ, കർത്താവിൽ സമന്വയിപ്പിക്കാൻ, വചനാധിഷ്ഠിതമാക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇത് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ക്രിസ്തുവിനെ അനുധാവനം ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഇതാണ് വഴി. ദൈവമായ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കുക, അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അത് പ്രവൃത്തികളിലൂടെ കാണിച്ചു കൊടുക്കുക. ജീവിതം മനോഹരമാകും. ഇത് ചെയ്യാത്തടത്തോളം കാലം വെറുതെ ക്രിസ്തു അനുയായി എന്നൊക്കെ പറയാം, പക്ഷേ ക്രിസ്തു നമ്മിൽ വസിക്കുകയില്ല. നമ്മിൽ വസിക്കുന്ന ക്രിസ്തു നമ്മിലൂടെ മറ്റുള്ളവർക്ക് പ്രകടമാകും. ഈ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. നമുക്ക് ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ സ്തുതിക്കാം, അതുപോലെ തന്നെ ദൈവത്താൽ പ്രചോദിതരായി എല്ലാ ദിവസവും നമുക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.